IOMO ആപ്ലിക്കേഷനിൽ വന്ന ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. IOMOൻ്റെ എല്ലാ അപ്ഡേഷനും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേഷൻ ചെയ്യാം. അപ്പോൾ IOMOൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഈ കാണുന്നത്, ബെസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റർ. ഇതാണ് പുതിയ അപ്ഡേഷൻ. IOMOൻ്റെ ആപ്പിൻ്റെ അകത്ത് താഴത്തായിട്ട് കാണിക്കുന്ന ബാങ്കുകളുടെ റേറ്റാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റർ പറഞ്ഞ ഫീച്ചറാണിത്, പുതുതായിട്ട് വന്നതാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിതാ സൗദി റിയാൽ ഒരു റിയാൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ കറൻസി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണത്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്ത് ഉണ്ട്. ഇതിനകത്ത് ഇന്ത്യ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. ആ ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു റിയാലിന് ഇന്ത്യൻ മണി എത്ര രൂപ വരും എന്ന് കാണിച്ചു തരുന്നുണ്ട്. ആ റേറ്റ് കാര്യങ്ങൾ, എക്സ്ചേഞ്ച് റേറ്റ് കാര്യങ്ങൾ, അതുപോലെ ഇവിടെ താഴത്ത് കമ്പയർ നൗ കമ്പയർ ന്യൂ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്കിതിനകത്ത് ഒരുപാട് ബാങ്കുകൾ കാണിച്ചു തരും. അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ തൈലിൽ അൽറാജ് ബാങ്കാണ്. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാങ്കിൽ ഒരു റിയാലിന് എത്ര രൂപ റേറ്റ് വരുന്നത്, അതുപോലെ അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ്, ട്രാൻസ്ലേഷൻ ഫീ എത്ര വരുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ എക്സ്പെൻഡ് റിസീവ് എന്നുണ്ട് ഇതിൻ്റെ അതിനകത്ത് ഒരു റിയാലിന് എത്ര രൂപ ഉള്ളതെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ വേറൊരു ബാങ്കാണിത്. ഈ ബാങ്കിൻ്റെ അകത്ത് 14 റിയാലാണ് ട്രാൻസ്ലേഷൻ വരുന്നത്, ഒരു റിയാലിന് 21.56. ഇത് URP എന്ന ഒരു ആപ്പുണ്ട്, ഇതിൻ്റെ ആപ്പുണ്ട്, അത് ബാങ്കുണ്ട്. അതുപോലെ ഈ ഒരു ബാങ്കിൽ വരുന്നത് 14 വരുന്നത്, 14 റിയാൽ വരുന്നത്. അതുപോലെ ഈ മൊബൈൽ പേ എന്ന് പറഞ്ഞാൽ 8 റിയാൽ വരുന്നുണ്ട്. ട്രാൻസ്ലേഷൻ ഫീ ഒരു റിയാലിന് 21.5 വരുന്നുണ്ട്. അതുപോലെ STC പേ എന്ന് പറഞ്ഞാൽ 17 റിയാലോളം വരുന്നുണ്ട്. ഈ ട്രാൻസ്ലേഷൻ ഫീ ആണ്. ഒരു റിയാലിന് 21.49 വരുന്നത്. അതുപോലെ SNB ക്വിക്ക് പേ എന്ന് കണ്ട ഒരു ആപ്പ് ഉണ്ട്. അതിനകത്ത് 0 ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് ട്രാൻസ്ലേഷൻ ഫീ വരുന്നില്ല. ഒരു റിയാലിന് 21.42. ഇത് വരുന്നത് ഈ ഒരു ഡേറ്റിലൊക്കെ അത്യാവശ്യം ഈ ഒരു ദിവസം ഇപ്പോൾ വ്യാഴാഴ്ചയാണ് ഡേറ്റ് വരുന്നത്. ഇന്ന് ജൂലൈ 6-ാം തീയതിയാണ് ഈ ചെക്ക് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് ഇന്നത്തെ റേറ്റാണിത്. അപ്പോൾ ഓരോ ദിവസം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ റേറ്റ് കൂടണം കുറഞ്ഞ കാണാൻ പറ്റും. അപ്പോൾ ഈ IOMOൻ്റെ ഈ സെറ്റിങ്സ് എവിടെ നിന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. IOMO ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കുക. അതിനുശേഷം IOMO ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മേളിലായിട്ടൊരു സെറ്റിങ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രൊഫൈൽ. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. IOMO ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ സെറ്റിങ്സോ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ടാവും. ഇവിടെ സെറ്റിങ്സ് അല്ല, IOMO പേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു സെറ്റിങ്സ് ഉണ്ട്. IOMO പേ പറഞ്ഞാൽ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചിരുന്ന പോലെയുള്ള ഈ ഒരു സ്ഥലത്തേക്ക് എത്തും. ഓക്കെ. പിന്നെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ നോക്കുക.